ഹായ് ഡിസൈനേഴ്സ്, നിങ്ങൾക്ക് വെരി ക്വിക്കായിട്ടൊരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുന്നതിനിടയിൽ നിങ്ങൾക്ക് ലെയേഴ്സ് ലോക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ നോർമലി ഇതുവരെ നമ്മൾ ചെയ്തിരുന്നത് ലെയർ പാനലിൽ പോയിട്ട് ഓരോ ലെയർ സെലക്ട് ചെയ്തിട്ട് ലോക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യലായിരുന്നു. ഞാനടക്കമുള്ള പലരും അങ്ങനെ തന്നെ ഞാൻ ചെയ്തിരുന്നത്. പക്ഷേ അതിനൊരു ഷോർട്ട് കീ ഉണ്ട്. പക്ഷെ പലർക്കും അത് അറിയില്ല. അറിയുന്നവരുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയാണ്. ഓക്കെ, സോ ഈ ഒരു കീ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വർക്കിംഗ് ഫ്ലോ ഈസി ആയിട്ട് വർക്ക് ചെയ്യുന്നതിനിടയിൽ നിങ്ങൾ ലെയറിൽ പോയി ആ ലോക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന പകരം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് എല്ലാ ഫങ്ഷൻസിനും ഏത് ഫങ്ഷൻസിനാണോ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചുള്ള കീ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഷോർട്ട് കീ ഉണ്ടാവില്ല, അത് നിങ്ങളുടെ രീതിയിലോട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്നുള്ളത് കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾ ഇവിടെ എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കീബോർഡ് ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു വിൻഡോയിൽ പോകും. ഇവിടെ നിങ്ങൾക്ക് ഏത് ഫംഗ്ഷനാണോ നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഷോർട്ട് കീസ് കൊടുക്കേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാനായിട്ട് പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള കീബോർഡ് ഷോർട്ട് കീസ് ഇവിടെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഇല്ലാത്തതുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിനൊന്നും ഷോർട്ട് കീസ് ഇല്ലാത്ത ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടാവും, അതിനൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടും നിങ്ങളുടെ വർക്കിംഗ് ഫ്ലോ ഈസി ആക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഷോർട്ട് കീസ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ.